ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ 3 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ലെക്ചർ 6. ഇന്ന് ലെക്ചർ 7 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, നോക്കുക എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നോക്കുക, ഈ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ മാർക്ക്, കുട്ടികളുടെ ഹൈറ്റ്, കുട്ടികളുടെ വെയിറ്റ്, അങ്ങനെ ഏത് സ്റ്റാറ്റിസ്റ്റിക്സും ആവാം. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒക്കെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു രാജ്യത്തിലുള്ള GDP, പിന്നെ ഇവിടെ ആളുകളുടെ ഇൻകം, അങ്ങനെയൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഡാറ്റനെ നമ്മൾ പിന്നെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ചില ഡാറ്റകൾ നമുക്ക് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ റൈറ്റ് സൈഡിലേക്ക് എന്തായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇറ്റ് ക്യാൻ ബി സ്പ്രെഡ് ഔട്ട് മോർ ലെഫ്റ്റിലേക്ക് കൂടുതൽ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലേക്ക് കൂടുതൽ സ്പ്രെഡ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ജമ്പിൾഡപ്പായിട്ട്, ഇങ്ങനെ സിഗ്സാക്കായിട്ട് ജമ്പിൾഡപ്പായിട്ട് അങ്ങനെയൊക്കെ വരാം ഡാറ്റനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഞാനൊരു വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു സ്കൂളുകളിൽ സാധാരണഗതിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പിന്നെ കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ അവർ ഡിഫറെൻറ്റ് ബാച്ചുകളാക്കും. അതിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊരു ബാച്ച് ഉണ്ടാവും. അത് അവർക്ക് ക്വാളിഫൈ ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷയുള്ള കുട്ടികളായിരിക്കും. റാങ്ക് ഹോൾഡേഴ്സൊക്കെ ആയിട്ട് പ്രതീക്ഷയുള്ള കുട്ടികളായിരിക്കും. പിന്നെ അവർക്ക് പ്രതീക്ഷ ഇല്ലാത്ത, എന്നാൽ പഠനത്തിൽ വലിയ താല്പര്യം കാണിക്കാത്ത കുട്ടികൾ അവർ വേറെ ബാച്ചാക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചുകളാക്കും. നമ്മൾ ഈ നന്നായിട്ട് പഠിക്കുന്ന, നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സിൽ 100 മാർക്കിനൊരു എക്സാം നടത്തിയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണുക സാധാരണഗതിയിൽ അതിൽ ഒരു 90-95% കുട്ടികൾക്കും എന്തായിരിക്കും, ഈ 100 മാർക്കിന് അടുത്തായിരിക്കും മാർക്ക് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് സ്ക്യൂഡ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കാണ് ഡാറ്റ കംപ്ലീറ്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ 100 എന്ന് പറയുമ്പോൾ, 100 മാർക്ക് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് 100, ലോവസ്റ്റ് 0 ആണ്. അപ്പോൾ ലോവസ്റ്റ് 0, ഹയസ്റ്റ് 100 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഏറ്റവും താഴെ ഭാഗത്ത് കുറച്ച് കുട്ടികളുടെ എണ്ണം ഈ എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കുക, ഈ സൈഡിൽ നമ്മൾ കാണിക്കൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും, ഈ സൈഡിൽ നമ്മൾ കാണിക്കൽ മാർക്സുമാണ്. അപ്പോൾ വളരെ കുറച്ച് കുട്ടികളെ ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുള്ളൂ. വളരെ കൂടുതൽ കുട്ടികൾ റൈറ്റ് സൈഡിൽ ഇവിടെ ആയിരിക്കും മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാം ഡാറ്റ. അത് ഒരു ബയാസ്ഡ് ആണ്, കാരണം നമ്മൾ വളരെ അഡ്വാൻസ്ഡ് കുട്ടികൾക്ക് മാത്രം എക്സാം നടത്തിയതാണ്. ഇനി തീരെ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുടെ ക്ലാസ്സിലാണ് എക്സാം നടത്തിയതെങ്കിലും അവിടെ കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് ഒരു 20-ന് താഴെ, 30-ന് താഴേക്ക് ആയിരിക്കും. അപ്പോൾ ഡാറ്റ കോൺസെൻട്രേറ്റ് ചെയ്യൽ ഈ സൈഡിലായിരിക്കും. കാരണം ഇവിടെ 10 മാർക്ക് 20 മാർക്കൊക്കെ ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. ചില ക്ലാസ്സിൽ നമ്മൾ ഈ 2 ക്ലാസ്സും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ സിഗ്സാക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡാറ്റ സ്പ്രെഡ് ഔട്ടായിട്ട് കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ അതൊക്കെ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ പോപ്പുലേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ റിയൽ സിറ്റുവേഷനിലും, നമ്മളുടെ റിയൽ ലൈഫിലുള്ള മോസ്റ്റ് കേസിലും ഡാറ്റ നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ മോർ ഓർ ലെസ് ഇങ്ങനെ ആയിരിക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ആയിരിക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു രാജ്യത്തെ ഒരു നാട്ടിലെ ഒരു പഞ്ചായത്തിലെ ആളുകളുടെ പിന്നെ ഇൻകമാണ് നമ്മൾ എടുക്കുന്നതെന്ന് കൂട്ടിക്കോ. അപ്പോൾ അവിടെ വളരെ പിന്നെ വലിയ കാശുകാരായിട്ടുള്ള റിച്ച് പീപ്പിളായിട്ടുള്ള വളരെ കുറച്ചെണ്ണം ആൾക്കാരുണ്ടാവും, വളരെ പുവറായിട്ടുള്ള കുറച്ച് ആളുകളും ഉണ്ടാവും. ഓക്കെ, കൂടുതൽ ആളുകളും ആ ഒരു പഞ്ചായത്തിലുള്ള ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ മൊത്തം ഇൻകം എടുത്തിട്ട് നമ്മൾ അതിനെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 16,000 രൂപ എന്നാണ് മന്ത്ലി കിട്ടുന്നതെന്ന് കൂട്ടിക്കോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ആ 16,000-ൻ്റെ ഒക്കെ ഒരു ഇൻ ആൻഡ് അറൗണ്ട് ആയിരിക്കും വരുന്നത്. കൂടുതൽ ആളുകളും, വളരെ കുറച്ച് ആളുകളുണ്ടാവും വളരെ കൂടുതൽ ഇൻകമുള്ള ആളുകൾ, വളരെ കുറച്ച് ആളുകളുണ്ടാവും വളരെ ചെറിയ ഇൻകമുള്ള ആളുകൾ.
അങ്ങനെയാണ് നമ്മുടെ റിയൽ ലൈഫിലുള്ള കൂടുതൽ സിറ്റുവേഷൻസും നമ്മുടെ പോപ്പുലേഷൻ ബയാസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ റിച്ച് പീപ്പിൾ താമസിക്കുന്ന ഏരിയയിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഥ മാറും. നിങ്ങൾ വളരെ പുവർ പീപ്പിൾ താമസിക്കുന്ന ഏരിയയിൽ പോയിട്ട് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കഥ മാറും. ഓക്കെ, അല്ലാത്ത കേസുകളിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലായിരിക്കും നമ്മളുടെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഡാറ്റയിൽ കൂടുതൽ ഒബ്സർവേഷൻസും, ഇവിടെ നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇൻകമാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഈ ഒബ്സർവേഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ ഒബ്സർവേഷൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ആൾക്കാർ ഒരു പഞ്ചായത്തിൽ പിന്നെ 1000 വീടാണുള്ള ഹൗസ് ഹോൾഡ്സ് ആണുള്ളതെങ്കിൽ 1000 ആളുകളിൽ ഒരു 600-700 ആളുകൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ആവറേജ് ഇൻകത്തിൻ്റെ അടുത്തായിരിക്കും വന്ന് നിൽക്കുന്നത് എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡാറ്റ ഇൻ മെനി കേസസ് വേർ ദ ഡാറ്റ ടെൻസ് ടു ബി അറൗണ്ട് എ സെൻട്രൽ വാല്യൂ. ഈ സെൻട്രൽ വാല്യൂ എന്ന് പറഞ്ഞത് നമ്മളെന്താണ്, നമ്മുടെ മീൻ വാല്യൂ ആണ് ഉദ്ദേശിച്ചത്. സെൻട്രൽ വാല്യൂ വിത്ത് നോ ബയാസ് to left or right and it gets close to a normal distribution like this. ഇതിനെ നമ്മൾ എന്താ പറയുക, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറയാം. ഓക്കെ, ഇങ്ങനെ ഒരു സാധാരണഗതിയിലുള്ള സ്പ്രെഡ് ഔട്ട് എന്ന് അതിനെ ഉദ്ദേശിച്ചത്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. നേരത്തെ കാണിച്ചെന്ന 2 കേസിലും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ഇത് ഒരു ലെഫ്റ്റിക്ക് ഇങ്ങനെ സ്ക്യൂ ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ റൈറ്റിക്ക് സ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു സിഗ്സാക്ക് ടൈപ്പാണ്. അപ്പോൾ അതൊന്നും ഒരു നോർമൽ കേസ് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഇതൊക്കെ ബയാസ്ഡ് ഡാറ്റയാണ്, നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. അങ്ങനെ ബയാസ് ഇല്ലാതെ വളരെ നോർമലായിട്ടുള്ള ഡാറ്റയാണെങ്കിൽ അത് നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതുകൊണ്ട് നമ്മൾ അതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നോക്കുക, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകളുണ്ട്. അതാണ് ഈ പ്രത്യേകതകൾ നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ക നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആ ഡാറ്റയിൽ നമ്മൾ മീനും മീഡിയനും മോഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും, പക്ക നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇൻകം 16,000 ആണ് നമ്മുടെ മീൻ എന്ന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. നിങ്ങൾ ആ ഡാറ്റയിൽ 16,000 ഇൻകുള്ള ആളുകളെ 16,000-ൻ്റെ താഴെ ഇൻകുള്ള ആൾക്കാരും 16,000-ന് മേലെ ഇൻകുള്ള ആൾക്കാരും എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഈക്വൽ ആയിരിക്കും. ഇങ്ങോട്ടുള്ള നമ്പറും എണ്ണ ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ മീഡിയൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കിയിട്ട് മിഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 16,000 എന്ന് പറയുന്നത് മിഡിലായിരിക്കും. അപ്പോൾ 16,000-ന് താഴെ ഇൻകുള്ള ആളുകളുടെ എണ്ണവും 16,000-ന് മേലെ ഇൻകുള്ള ആളുകളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കും. മീനും അത് തന്നെയാണ്. മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ബാർ ആണല്ലോ. അപ്പോൾ അത് വാല്യൂവിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഇൻകം ടോട്ടൽ ചെയ്തു എന്നിട്ട് നമ്പർ ഓഫ് പീപ്പിൾ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16,000 തന്നെ കിട്ടുക. ഇനി നിങ്ങൾ അതിൻ്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് 16,000 എന്നാണ് കിട്ടുക. അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ നമ്മൾ വൈ ആക്സിസിൽ ഇവിടെ ഒരു വൈ ആക്സിസ് ഉണ്ട്, ഇതിൽ കാണിക്കാത്തതുകൊണ്ടാണ് ഇത് എക്സ് ആക്സിസും. അപ്പോൾ വൈ ആക്സിസിൽ നമ്പർ ഓഫ് പീപ്പിൾ എന്നാണല്ലോ കാണിക്കുക, നമ്പർ ഓഫ് പീപ്പിളാണ് വൈ ആക്സിസിൽ. അപ്പോൾ ഇവിടെയാണ് പീപ്പിൾ കാണിക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ 16,000 ഇവിടെയാണല്ലോ ഇൻകം കാണിക്കുക. അപ്പോൾ 16,000 ഇൻകമുള്ള ആളുകളുടെ എണ്ണമായിരിക്കും ഏറ്റവും കൂടുതൽ. അതാണല്ലോ മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റിംഗ് നമ്പർ അല്ലേ. അപ്പോൾ 16,000 എന്ന് പറയുന്ന നമ്പറായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. എന്ന് വെച്ചാൽ ആ പഞ്ചായത്തിൽ 16,000 ആണ് ആവറേജ് ഇൻകം. അതൊരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ അവിടെ ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും എന്തായിരിക്കും ഉണ്ടാകുക, 16,000 ആയിരിക്കും ഇൻകം ഉണ്ടാകുക. അതിന് താഴേക്കുള്ള ആൾക്കാരും കൂടുതലുള്ള ആൾക്കാരുടെ എണ്ണം ആ 16,000-ൻ്റെ അത്ര ഉണ്ടാവില്ല എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് മീനും മീഡിയനും മോഡും ഈ ഡാറ്റയിൽ ഈക്വൽ ആയിരിക്കും. എന്ന് മാത്രമല്ല, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേറൊരു പ്രത്യേകത, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈ സിമ്മട്രിക്കൽ, നമ്മളതിനെ ഒരു ലൈന് വെർട്ടിക്കൽ ലൈൻ നമ്മൾ വരക്കാണ്. സിമ്മട്രിക്കൽ റൗണ്ട് ദ വെർട്ടിക്കൽ ലൈൻ എറക്റ്റഡ്. ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള കറക്റ്റ് സെൻറ്ററിൽ കൂടെ മോഡ് കൂടെ നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ചു എന്ന് കൂട്ടിയോ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുക്കും ഈക്വൽ ആയിരിക്കും. ഒരു സിമ്മട്രിക്കലാണ്, ബെൽ ഷേപ്പ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ 2 ഭാഗത്തും ഈക്വൽ ആയിരിക്കും. വലത്തെ സൈഡിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇടത്തെ സൈഡിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും വലത്തെ സൈഡ്. ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. അതുകൊണ്ടാണ് അതിൻ്റെ സിമ്മെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് 2 ഭാഗം ഒരുപോലെ ആയിരിക്കും. റൈറ്റ് സൈഡ് എക്സ്റ്റെൻഡ്, വേറൊരു പ്രത്യേകതയാണ്. റൈറ്റ് സൈഡ് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും, പക്ഷേ ഇറ്റ് നെവർ ടച്ചസ് 0.
അതെന്ത് ചെയ്യൂല, ഈ 0 ലൈനിൽ നമ്മൾ അതൊരിക്കലും, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ ലൈനിൽ അതൊരിക്കലും ടച്ച് ചെയ്യൂല. ഓക്കെ, ഇടത്തെ ഭാഗത്തേക്കും അങ്ങനെ പോകും, ബട്ട് ഇറ്റ് നെവർ ടച്ചസ് ദ ലൈൻ. ഓക്കെ, എക്സ് ആക്സിസിന് ഒരിക്കലും അത് ടച്ച് ചെയ്യൂല. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നോക്കുക, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും കൂടെ പറയാം. ഇറ്റ് ഈസ് ബെൽ ഷേപ്പ്ഡ്. നമ്മൾ പറഞ്ഞു ബെൽ ഷേപ്പ്ഡ് ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഈ ഭാഗത്തേക്കും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് സിമെട്രി എന്ന് പറഞ്ഞത്. ഈ ഭാഗത്തേക്കും 50% ഒബ്സർവേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്തിലെ ആൾക്കാരുടെ എണ്ണം 1000 ആണെങ്കിൽ 500 ആൾക്കാർ ഈ ഭാഗത്തുണ്ടാവും, 500 ആൾക്കാർ ഈ ഭാഗത്തുണ്ടാവും. ആൾക്കാരുടെ ഇൻകം ആണല്ലോ നമ്മളുടെ ഡാറ്റ. അപ്പോൾ അത്ര എണ്ണം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആളുകളുടെ ഡാറ്റയാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1000 നമ്മളെ നമ്മൾ സാമ്പിൾ എന്നൊക്കെ പറയില്ലേ, 1000 നമ്മുടെ സാമ്പിൾ ആണെങ്കിൽ അതിൽ 500 ആൾക്കാർ ഈ സൈഡിലും 500 ആൾക്കാർ ഈ സൈഡിലും ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ ഇംഗത്തിൻ്റെ അപ്പുറപ്പുറം നടത്തും. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മളതിനെ സിമെട്രി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുക, ദ കർവ് ഹാസ് എ സിംഗിൾ പീക്ക്. ഇതിന് ഒറ്റ പീക്കേ ഉള്ളൂ. അതാണ് അതിൻ്റെ മോഡ്. ആ ഏറ്റവും കൂടുതൽ ആളുകൾ ഒബ്സർവേഷൻ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു മോഡേ ഉള്ളൂ എന്നർത്ഥം. കാരണം മോസ്റ്റ് റിപ്പീറ്റിംഗ് നമ്പർ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ 16000 എന്ന് പറഞ്ഞ കേസിൽ ഒരു 16000 ആയിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക. അത്ര ഈക്വൽ. ഇപ്പോൾ 16000 ഒരു 400 ആൾക്കാർക്കുണ്ട്, 17000 വേറൊരു 400 ആൾക്കാർക്കും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിന് 2 മോഡ് ഉണ്ടെന്നാണ്. അപ്പോൾ ഈ ഡാറ്റ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. കാരണം 2 ഈക്വലായിട്ട് വരണ്ടേ. 16000 ഇവിടെ 16000 ഇവിടെ 17000, അപ്പോൾ 2 ഈക്വലായിട്ട് വരണ്ടേ. അപ്പോൾ അതിന് നമ്മൾ ബൈ മോഡൽ എന്നാണ് പറയുക. ഇനി ചിലപ്പോൾ ട്രൈ മോഡലും വരും. 3 നമ്പർ ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ട്രൈ മോഡൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ അങ്ങനെ ഒരുപാട് മോഡുകൾ ഉണ്ടാവില്ല. അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മീന്, മീഡിയൻ, മോഡൊക്കെ എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. ക്ലിയർ? Then it is symmetrical around the vertical line and 2 tails of the normal curve extended indefinitely but never touch the horizontal axis. Okay, clear? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്ലിയർ ആയല്ലോ. ഇനി അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് the standard deviation determines the scatteredness of normal curve. നോർമൽ കർവിൻ്റെ സ്കാറ്റർഡ്നെസ് തീരുമാനിക്കുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇൻകം പറഞ്ഞു. ഇൻകം 16000 ആണ് മീൻ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണെന്ന് കൂട്ടിക്കോ. ഒരു 1000 ആണ് ഇൻകം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയതെന്ന് കൂട്ടിക്കോ. 1000 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ ഇൻകം മീന് 16000, പിന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000 ആകുമ്പോൾ 17000 ഇൻകുള്ള ആൾക്കാരുണ്ടാവും, 18000 ഇൻകുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് സംഭവിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ വളരെ കുറവാണെങ്കിൽ ഡാറ്റ ഇങ്ങനെ നമ്മളുടെ ഇതിൻ്റെ ഡാറ്റ ഇങ്ങനെ വരിക. നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പീക്ക് കൂടും, അതിൻ്റെ ഈ ഒരു കോൺസെൻട്രേഷൻ കുറയും. ക്ലിയർ ആയോ? ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുന്ന ഈ ഒരു ഭാഗം ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ സ്കാറ്റർഡ്നെസ് കുറയും. ക്ലിയർ ആയോ? ഇതിൻ്റെ ഒരു ഡിസ്പേർഷൻ, അതിൻ്റെ ഒരു വ്യത്യാസം കുറയും. ഇനി നിങ്ങളുടെ ഡാറ്റ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കുറവാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ സ്കാറ്റർഡ്നെസ് കൂടി ഇങ്ങനെ വരും. അപ്പോൾ ഈ ഡാറ്റ നോക്കുക നിങ്ങൾ, ഈ ഡാറ്റ വളരെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നൊരു ഡാറ്റയാണ്. ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഡാറ്റ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെന്നാൽ. ഇതുപോലെ പീക്ക് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ, സ്പ്രെഡിങ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കുറവായിട്ടുള്ള ഡാറ്റയാണെന്ന് അർത്ഥം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഒരുപോലെ പഠിക്കുന്ന കുട്ടികൾ, എല്ലാവരും ഏകദേശം ഒരുപോലെ പഠിക്കുന്ന കുട്ടികളാണ്. ആ ക്ലാസ്സിൽ നമ്മളൊരു എക്സാം നടത്തി, 50 മാർക്കിലൊരു എക്സാം നടത്തി. ആ എക്സാം നടത്തി കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ ഒരുവിധം കുട്ടികൾക്കൊക്കെ 48, 50, 49 അങ്ങനെയൊക്കെയാണ് മാർക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 48 എന്ന് കിട്ടിയെന്ന് കിട്ടിയോ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ 20 കുട്ടികൾ, നമ്മളൊരു 50 മാർക്കിലൊരു എക്സാം നടത്തി. ആ എക്സാമിൽ ക്യൂട്ടിയിലൊരു എക്സാം നടത്തി. ക്യൂട്ടിയിൽ വളരെ കൂടുതൽ കുട്ടികൾ, 20 കുട്ടികളിൽ നമ്മൾ നോക്കുമ്പോൾ 20 കുട്ടികൾക്ക് ഒന്നുകിൽ 48, 49, 50 മാർക്ക്. ആവറേജ് എടുത്ത് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് 48 എന്ന് കിട്ടി.
അങ്ങനെയാണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കും. ഓക്കെ, 48 നിങ്ങളുടെ ആവറേജ്, അല്ല 49 നിങ്ങളുടെ ആവറേജ്. പിന്നെ ഒരു 49 ഉണ്ട്, 50 ഉണ്ട്, 48 ഉണ്ട്, 50 ഉണ്ട്. അപ്പോൾ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മിക്കവാറും 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ അതിനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ എന്തായിരിക്കും ഉണ്ടാവുക, 48 കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കും. വളരെ കൂടുതൽ ആൾക്കാരും 48 കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെന്ത് പറഞ്ഞത്, അതിൻ്റെ മീൻ 48 ആയത്. അപ്പോൾ അതിൻ്റെ പീക്ക് വളരെ കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ പീക്ക് വളരെ കൂടുതലായിരിക്കും. ഇനി വളരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കുറേ കുട്ടികൾക്ക് 1 മാർക്ക്, 2 മാർക്ക്, 10 മാർക്ക്, 20 മാർക്ക്, 30, 40, 50 അങ്ങനെ എല്ലാ മാർക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുമ്പോൾ പിന്നെ ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടിക്ക് 50 മാർക്കുണ്ട്, ലോവസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടിക്ക് 0 മാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ച് തന്നെ 50 നമ്മളതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിയപ്പോൾ ഒരു 25, 30 എന്നൊക്കെ കിട്ടിയെന്ന് ഇരുന്നോ. അതിൻ്റെ അർത്ഥം എന്താ, മീനിൽ നിന്ന് 25 താഴേക്കും പോകാം, 25 മേലേക്കും പോകാം. ഓക്കെ, അങ്ങനെ ആയിരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ അതാണ്. അപ്പോൾ നമ്മളുടെ സ്പ്രെഡ് ഔട്ട് ചെയ്ത ഡാറ്റ കിടക്കുക. നിങ്ങൾ സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പോൾ അത് വളരെ സ്കാറ്റർനെസ് വളരെ കൂടുതലായിരിക്കും. നേരത്തെ ഞാൻ ആ ചിത്രത്തിൽ കാണിച്ചെന്ന പോലെ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നോക്കുക. ഇതിൽ നമ്മൾ ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡാറ്റനെ നമ്മൾ എടുത്തു നോക്കുമ്പം അതിൻ്റെ ഏരിയ തമ്മിലൊരു ബന്ധമുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏരിയ അണ്ടർ നോർമൽ കർവ് ആൻഡ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഈ നോർമൽ കർവിൻ്റെ ഏരിയയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ അത് ബന്ധം എന്നറിയോ നിങ്ങൾ? നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ നമ്മൾ ഡാറ്റനെ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഒന്നും കൂടെ ഇവിടെ പറയാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, നമ്മൾ 1000 ആളുകളുടെ, നമ്മുടെ പഞ്ചായത്തിലുള്ള 1000 ആളുകളുടെ ഇൻകമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് 16,000 മീൻ ഇൻകമായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മീൻ ഇൻകം ഇവിടെയാണല്ലോ വരിക, മീഡിയൻ മോഡൊക്കെ ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങളുടെ മീൻ ഇൻകം 16,000 എന്നുള്ളത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു 1000 ആണെന്ന് വിചാരിച്ചോ, ഫോർ എക്സാമ്പിൾ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മീൻ 16,000, അതിൻ്റെ ഒരു സ്പ്രെഡ് ഔട്ട് എന്ത് വരാം, 16,000 കുറവും വരാം, 10,000 മേലെയൊക്കെ വരാം. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 15,000 ആയിരിക്കും ഇൻകം. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലസ് ചെയ്യുകയാണെങ്കിൽ 17,000 ആയിരിക്കും ഇൻകം. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 1000 റുപ്യ അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം 1000 റുപ്യാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 15,000 മുതൽ 17,000 വരെ ഇൻകമുള്ള ആളുകൾ മനസ്സിലായി. 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിലുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിലോ, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000 ആണെങ്കിൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2,000 റുപ്യ ഉണ്ടാവില്ലേ. അപ്പം എത്ര വരിക, 14,000 ആയിരിക്കും 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ. പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ്, വലത്തെ ഭാഗത്തേക്ക് 18,000 വരും. അപ്പോൾ 14,000 മുതൽ 18,000 വരെ ഇൻകമുള്ള ആളുകളുടെ എണ്ണം. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. എത്ര സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഒരു ഏരിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 1000 ആളുകളുടെ ഡാറ്റ എടുത്തിട്ടാണ് നോക്കിയത്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നിങ്ങൾ 16,000 നിങ്ങൾക്ക് എന്ത് കിട്ടി, അതിൻ്റെ മീൻ ഇൻകം കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ എക്സ് ബാർ 16,000, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000 രൂപ. ഓക്കെ, അപ്പോൾ എക്സ് ബാർ എന്ന് പറയുമ്പോൾ ഈ ലൈനിലാണ് വരിക. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് മൈനസ്ക്ക് ആണെങ്കിൽ ഇവിടെ വരും, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് പ്ലസ്ക്ക് ആണെങ്കിൽ ഇവിടെയും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഭാഗം 17,000, ഈ ഭാഗം 14,000, ഇത് സെൻറ്റർ 16,000 ഇൻകം ആണ്. ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൽ കാണിക്കുമ്പോൾ ഇവിടെ 0 ഇൻകം, 1000, 2000, 3000, 4000, 5000 അങ്ങനെ നമ്മൾ ഇൻകം ഇട്ടാണ് എക്സ് ആക്സിസിൽ കാണിക്കുക. അതിൻ്റെ നമ്പർ ഓഫ് പീപ്പിളാണ് ഇവിടെ കാണിക്കുക, വൈ ആക്സിസിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊത്തം 1000 ആൾക്കാരല്ലേ ഉള്ളത്. ആ 1000 ആളുകളെ നമ്മൾ എടുത്തു നോക്കി, 1000 ആൾക്കാരുടെ ഇൻകം നമ്മൾ സെപ്പറേറ്റ് എടുത്തു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ആണെങ്കിൽ നിങ്ങളുടെ 1000 ആളുകളിൽ 680 ആളുകളുടെ ഇൻകവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000ൻ്റെ 68% ആളുകളുടെ ഇൻകവും 680 ആളുകളുടെ ഇൻകവും എന്തായിരിക്കും, 15,000-നും 17,000-നും ഇടയിലായിരിക്കും. ഇതാണ് അതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 1000 ആൾക്കാരുടെ ഇൻകം, നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള 1000 ആൾക്കാരുടെ ഇൻകം എടുത്തിട്ട് നമ്മൾ പരിശോധിച്ചപ്പം അതിന് 16,000 എന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ ആവറേജ് ഇൻകം കിട്ടിയത്.
പിന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത് 1000 എന്നാണ് എങ്കിൽ ആ ഡാറ്റ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഡാറ്റയിൽ 680 ആളുകളുടെ ഇൻകവും ഏതിൻ്റെ ഉള്ളിലായിരിക്കും 15,000-ൻ്റെയും 17,000-ൻ്റെയും ഉള്ളിലായിരിക്കും. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴേക്കും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മേലേക്കും. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ 68% എന്തായിരിക്കും? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റേൻ്റെ 68% ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിലായിരിക്കും ഉണ്ടാകുക. 68% ഡാറ്റയും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിലായിരിക്കും ഉണ്ടാകുക. ക്ലിയർ? ഇനി നോക്കുക, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡാറ്റയിലാണെങ്കിൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 14,000 തൊട്ട് 18,000 വരെ ആയിരിക്കും. -ക്ക് 2ഉം +ക്ക് 2ഉം 18,000 വരെ ആയിരിക്കും ആ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എന്ന് ഇത്ര ആയിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡാറ്റയിൽ 955 ആളുകളും 95.5% ആളുകളുടെ ഇൻകവും എന്തായിരിക്കും? 14,000-നും 18,000-നും ഇടയിലായിരിക്കും. എങ്ങനെയാണെങ്കിൽ ആ ഡാറ്റയിൽ മീൻ 16,000 എന്ന് വെച്ചാൽ മീൻ ഇൻകം 16,000, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000 ആണെങ്കിൽ എല്ലാത്തിലും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ 955 ആളുകളുടെ ഇൻകം എന്തായിരിക്കും? ഈ ഒരു 14,000-ൻ്റെയും 18,000-ൻ്റെയും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 നിന്ന് 3,000 കുറച്ചത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000 അല്ലേ, 3,000 കുറച്ചത് 13,000, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 19,000. ഈ 13,000-ൻ്റെയും 19,000-ൻ്റെയും ഇടയിൽ ഇൻകമുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയണത് 997 ആളുകൾ. 997 ആളുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ 99.7% ആളുകളും എന്തായിരിക്കും? ഈ ഒരു ഇൻകത്തിൻ്റെ ഇടയിലായിരിക്കും. നമ്മൾ 1000 ആൾക്കാരുടെ കേസ് പറഞ്ഞതിൽ 99.7% ആളുകളുടെ ഇൻകവും 13,000-ൻ്റെയും 19,000-ൻ്റെയും ഇടയിലായിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ ഏരിയയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നോക്കുക, അതിനെ നമ്മളൊന്ന് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. ഈ മ്യൂ എന്ന് പറയുന്നതാണ് അതിൻ്റെ മീൻ. ഓക്കെ, നമ്മൾ മീനിനെ സാധാരണ മ്യൂ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. മ്യൂ പ്ലസ് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മ്യൂ 16,000 ആയിരുന്നല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000, അപ്പോൾ 17,000. മ്യൂ പ്ലസ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അപ്പോൾ 18,000. മ്യൂ പ്ലസ് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അപ്പോൾ 19,000. അതുപോലെ താഴേക്കും. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അതിൻ്റെ ഉള്ളിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഉള്ളിലാണെങ്കിൽ 68% ഒബ്സർവേഷൻസും അതിൻ്റെ അകത്താണ് വരിക. 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 95.5% ഒബ്സർവേഷൻസും അതിൻ്റെ ഉള്ളിലാണ് വരിക. 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 99.7% ഒബ്സർവേഷൻസും 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൻ്റെ ഉള്ളിലാണ് വരിക. ക്ലിയർ? ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത് സാധാരണഗതിയിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഓരോ കേസിലും നമുക്ക് ഉണ്ടാവുന്ന ഡാറ്റക്കനുസരിച്ച് അതിൻ്റെ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ മാർക്ക് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ മിക്കവാറും 100-ന് താഴെ 200-ന് താഴേക്ക് ആയിരിക്കും നമ്മളുടെ ഡാറ്റ ഉണ്ടാവുക. ഇനി കുട്ടികളുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ അത് മിക്കവാറും 100-ന് താഴെ ആയിരിക്കും ഉണ്ടാവുക. കുട്ടികളുടെ ഏജ് ഒക്കെയാണ്, നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഏജ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ അത് 20-ന് താഴെ 25-ന് താഴേക്ക് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മുടെ ഫാമിലി ഇൻകം ആണ് നോക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? 15,000 20,000 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത് വലിയ സംഖ്യകളും വരാം, വളരെ ചെറിയ സംഖ്യകളൊക്കെ വരാം. അതിന് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോർമൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കാണാനും പറ്റും.
പക്ഷേ നമുക്ക് കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ വെച്ചിട്ട് നമുക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ റോ ഡാറ്റനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഇൻകം നേരത്തെ പറഞ്ഞ 16,000 17,000 18,000 എന്നൊക്കെ പറഞ്ഞതിനെയും ഹൈറ്റ് വെയിറ്റ് ഒക്കെ പിന്നെ 75 76 77 എന്നൊക്കെ പറഞ്ഞതിനൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് ഒറ്റ യൂണിറ്റിലേക്ക് മാറ്റണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ക്ലാസ്സിൽ എക്സാം നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെന്താക്കും, പെർസെൻറ്റേജിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ നടത്തിയ എക്സാം ചിലപ്പോൾ 1000 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും, അതിനെ നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ വേറൊരു ക്ലാസ്സിൽ 500 മാർക്കിന് എക്സാം നടത്തി. അപ്പോൾ 1000 മാർക്കിൻ്റെ എക്സാമും 500 മാർക്കിൻ്റെ എക്സാമും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് രണ്ടിനെയും പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒറ്റ യൂണിറ്റിലേക്ക് മാറ്റുക എന്നാണ് അർത്ഥം. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് നമ്മൾ ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡിൽ ഡിഫറൻറ്റ് വാല്യൂവിൽ വരുന്നതിനെ നമ്മൾ ഒറ്റ യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച്. ഇനി സ്റ്റാൻഡേർഡൈസേഷൻ എന്താ നോക്കുക. എ റാൻഡം വേരിയബിൾ ദാറ്റ് ഹാസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഈസ് സെറ്റ് ടു ഹാവ് സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഡാറ്റനെ നമ്മൾ എന്താക്കും, മീൻ 0 ആക്കും, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആക്കിയിട്ടുള്ള ഡാറ്റ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ദ പെർട്ടിക്കുലർ നോർമൽ റാൻഡം വേരിയബിൾ ഈസ് കോമൺലി ഡെസിഗ്നേറ്റഡ് ബൈ ലെറ്റർ സെഡ് കൊണ്ടാണ് നമ്മളതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക. സെഡ് സ്കോർ എന്നാണ് പിന്നെ നമ്മളതിന് പറയാം. അപ്പോൾ നമ്മൾ സെഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ്. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരുന്നു, 16,000 എന്നായിരുന്നില്ലേ. ഈ 16,000-ന് പകരം നമ്മൾ 1 എന്നാണ് പറയാം. ഇതൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് 16,000 എന്ന് പറയുന്നത്. പക്ഷെ അത് സെഡ് സ്കോറിൽ പറയുമ്പോൾ അതെന്തായിരിക്കും, 1 എന്നായിരിക്കും. അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നേരത്തെ 1000 അല്ലേ പറഞ്ഞത്, മീനല്ലേ 16,000 പറഞ്ഞത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1000 എന്നുള്ളതാണ്. ഈ 1000-നെ നമ്മൾ നേരെ കൺവേർട്ട് ചെയ്തിട്ട് 1 എന്നാക്കും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു സെഡിന് ഈക്വൽ ആണെന്ന് അർത്ഥം. അപ്പോൾ സെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 1000 എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് ഒരു സെഡ്. 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 2 സെഡ്. അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എമൗണ്ടിലാണ് പറയുക, സെഡ് പറയുമ്പോൾ നമ്മൾ ആ യൂണിറ്റിലാണ് പറയുക, എന്ത് ആ 1 2 എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം മീൻ ഈസ് കോൾഡ് സെഡ് സ്കോർ അല്ലെങ്കിൽ സിഗ്മ അല്ലെങ്കിൽ എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡൈസേഷൻ ആക്കുന്ന അല്ലെങ്കിൽ സെഡ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ്. സെഡ് ഈക്വൽ ടു നമ്മളുടെ ഏതിനെയാണോ നമുക്ക് സ്റ്റാൻഡേർഡിലേക്ക് ഏത് വാല്യൂവിനെയാണോ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റേണ്ടത് അത് മൈനസ് നമ്മളുടെ മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മുടെ മീനിനെ തന്നെ നമുക്ക് നേരത്തെ മീനിനെ തന്നെ മാറ്റി നോക്കാം. അവിടെ നമ്മുടെ എക്സും എന്തുതന്നെയാണ്, 16,000 ആണ്. ഓക്കെ, 16,000. നമ്മളുടെ മ്യൂ എത്രയാണ്, എക്സും 16,000 ആണ്, മ്യൂവും 16,000 ആണ്. ഓക്കെ, മ്യൂവും 16,000 ആണ്. ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000 ആണ്. അപ്പോൾ എന്താ കിട്ടിയത്, ഇവിടെ നിങ്ങൾക്ക് 16,000 മൈനസ് 16,000 എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഈ മ്യൂവിനെ നിങ്ങൾ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുകയാണെങ്കിൽ മ്യൂ വിൽ ബിക്കം 0. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മ്യൂവിനെ 0യിലേക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ 1ലേക്കും മാറ്റുക എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പോൾ മ്യൂവിനെ നിങ്ങൾ ആ മ്യൂ എന്ന് പറയുന്ന വാല്യൂവിലുള്ള എക്സിനെ തന്നെ നിങ്ങൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഇനി അതിൻ്റെ അടുത്തത് നോക്കി, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് കഴിഞ്ഞതിന് ശേഷം 16,000 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് 17,000 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സ് 17,000 ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000. ഓക്കെ, ഡിവൈഡഡ് ബൈ 1000 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1000 ഡിവൈഡ് ബൈ 1000 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നിങ്ങൾ ആ 17,000 എന്ന് പറയുന്നത് അതൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിലുള്ളതാണ്. അതിനെ നിങ്ങൾ സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് അല്ലെങ്കിൽ സെഡ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 എന്നാണ് കിട്ടുക. അതിൻ്റെ അർത്ഥം ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കാരണം 16,000 ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് അല്ലേ 17,000 ഉള്ളത്. ക്ലിയർ, കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1000 ആണ്. ഓക്കെ, ഇനി അത് മൈനസ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് -1 എന്ന് കിട്ടും. അപ്പോൾ സെഡ് മൈനസ് ആവും. അപ്പോൾ സെഡിൽ മൈനസും പ്ലസും ഒക്കെ വരാം. ക്ലിയർ. നോക്കുക, സെഡ് സ്കോർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് എ വാല്യൂ എക്സീസ് എബോവ് ഓർ ബിലോ ദ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോസസ്സ് ഈ ഗ്രാഫിൽ നോക്കുക. ഫ്രം ദ സെഡ് ഫോർമുല ദിസ് ഈസ് ക്ലിയർ ദാറ്റ്
ഇഫ് ദ വാല്യൂ എക്സ് ഈസ് ലെസ് ദാൻ മീൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 15,000 നിങ്ങൾ മാറ്റണമെങ്കിൽ 15,000 മൈനസ് 16,000 എന്നാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് 15,000 മൈനസ് 16,000 എന്ന് പറയുമ്പോൾ -1000 എന്നാണ് കിട്ടുക. -1000 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ Z എന്തും ആവാം, മൈനസ് നമ്പറും ആവാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ക്ലിയർ? ഓക്കെ, ഇനി സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് നോക്കുക. ഫ്രം ദി Z ഫോർമുല ദിസ് ഈസ് ക്ലിയർ ദാറ്റ് ഇഫ് ദി വാല്യൂ എക്സ് ഈസ് ലെസ് ദാൻ മീൻ ദ Z സ്കോർ ഈസ് നെഗറ്റീവ്. ഇഫ് ദ വാല്യൂ എക്സ് ഈസ് മോർ ദാൻ മീൻ ദ Z സ്കോർ ഈസ് പോസിറ്റീവ്. ആൻഡ് ഇഫ് ദ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു മീൻ Z സ്കോർ ഈസ് 0. ഇതൊക്കെ ഈ 3 എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ, ക്ലിയർ. ഇനി സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡൈസേഷൻ കിട്ടും. ഈ പറഞ്ഞ കേസിൽ 1000 ആണ് നമ്മളുടെ, 1010 ആണ് നമ്മളുടെ മീൻ. ഓക്കെ, 1030 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിലാണ്. 1050 എന്ന് പറഞ്ഞാൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് ആണ്. 1070 എന്ന് പറഞ്ഞാൽ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് ആണ്. 990 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ്. 970 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് മൈനസ്ക്ക് 950 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര ആയിരിക്കും ഉണ്ടാകുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ 1010. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ പ്ലസ് എന്ന് പറയുമ്പോൾ 1030 മൈനസ് എന്ന് പറയുമ്പോൾ 990. ക്ലിയർ? അതിനെ നമ്മൾ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക. ക്ലിയർ ആയോ? ഇപ്പോൾ മീനിനെ തന്നെ നിങ്ങൾ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മീൻ 0 ആവും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആവും. അതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയതുകൊണ്ട് അവിടെ +1 എന്നിട്ട്. ക്ലിയർ ആയോ? ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 ആയതുകൊണ്ട് 20ൻ്റെ ഡിഫറൻസ് ഇവിടെ ഉണ്ടാവും. അതിന് നമ്മൾ എന്താക്കി, നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അത് ചെയ്യേണ്ട പ്രോസസ്സ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ്. നമ്മൾ എക്സ് ഇപ്പോൾ 1030നെയാണ് നിങ്ങൾ മാറ്റണതെങ്കിൽ 1030 മൈനസ് 1010 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20 ഡിവൈഡ് ബൈ 20 എന്ന് കിട്ടും, ഈക്വൽ ടു 1. ആ 1 ആണ് നമ്മളിവിടെ എഴുതിയത്, ഒരു സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഡിഫറൻസിൽ എഴുതിയത്. ക്ലിയർ? അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുക. ക്ലിയർ ആയോ? നമ്മളുടെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടല്ല ചെയ്യുക, നമ്മൾ ചെയ്യൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുക. ഇനി ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ രീതി ഇങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം അതിൻ്റെ മ്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ? ഇനി നോക്കുക ഇതിൻ്റെ പ്രോബിലിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏരിയ അറിയാം, അതിൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബിലിറ്റി നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതിൽ ഈ കാണിച്ചിട്ടുള്ള ഗ്രാഫിൽ നമ്മുടെ മീൻ 0 ആണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് മനസ്സിലായി. ഇവിടെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z 2 ആണ്. അപ്പോൾ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിലാണ് ഇതെന്ന് നമുക്ക് ക്ലിയറായി. ഓക്കെ, ഇനി ഇങ്ങോട്ട് 2 ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഇത് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിൽ 68% ഒബ്സർവേഷൻസ് ആണ് നമുക്കറിയാം. ഓക്കെ, നമ്മൾ പക്ഷേ റൈറ്റ് സൈഡിലേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ ഗ്രാഫിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പ്രോബ്ലം നോക്കുക. P ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? Z 2നെക്കാളും താഴെയാണ് Z, 2നെക്കാളും താഴെ Z എന്ന് പറയുന്നത് ഇങ്ങോട്ട്. ഓക്കെ, 2 നമ്മൾ ഹയസ്റ്റ് വാല്യൂ, അതിനേക്കാളും താഴേക്ക് എത്ര, 0 തൊട്ട് 2 വരെയുള്ള ഏരിയ എന്നാണ് അതിൻ്റെ അർത്ഥം. 0 തൊട്ട് 2 വരെ, Z 2 വരെയുള്ള ഏരിയ, Z 0 തൊട്ട് Z 2 വരെ. ക്ലിയർ ആയാലോ? ആ ഏരിയ എത്ര ഉണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏരിയ പ്രോബിലിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേ അറിയുള്ളൂ, 68% ഒബ്സർവേഷൻസ് അതിൻ്റെ ഉള്ളിലാണെന്നേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ അതിൻ്റെ പ്രോബിലിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ടേബിൾ ഉണ്ട്, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ എന്നാണ് നമ്മൾ അതിനെ പറയുക. ആ ടേബിൾ വിൽ ലുക്ക് ലൈക്ക് ദിസ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലെ പേജിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ടേബിൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും സെല്ല്, ഏറ്റവും കോർണറുള്ള സെല്ലിൽ Z എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ Z സ്കോറാണ്. ആ Z സ്കോർ 0 ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മീനിനാണെങ്കിൽ 0 ആണല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ Z സ്കോറിൻ്റെ വാല്യൂ നോക്കാൻ, അതിൻ്റെ പ്രോബിലിറ്റി നോക്കാൻ ആ 0 നോക്കേണ്ടത്. അതുപോലെ അത് പിന്നെ 1 ആവാം, 2 ആവാം, 3 ആവാം, ഒക്കെ ആവാം. 1.1 ആവാം, 1.2 ആവാം, 1.3 ആവാം, അങ്ങനെയും വരാം.
ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2 പോയിൻ്റ് ഒന്നുമില്ല, Z2 എന്നുള്ളതാണ് പറഞ്ഞത്. ആ വാല്യൂ ഇതാണ്. Z2 എന്ന് പറയുന്നത് ഇവിടെയാണ് കാണുന്നത്. ഓക്കെ, റൗണ്ടിൽ. അപ്പോൾ Z2.00 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4.4772 എന്നുള്ളതാണ്. അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ ആണ് ഈ പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി വാല്യൂ 0.4772 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ആയതുകൊണ്ടാണ് 0.4772. നിങ്ങൾ പിന്നെ മൈനസുക്കും ഇതേപോലെ ഇങ്ങോട്ടും കാണിക്കുന്നുണ്ടെങ്കിൽ ഈ 0.4772 പ്ലസ് 0.4772 അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ 2 ടൈംസ് നിങ്ങൾ എടുക്കണം. ഒരു സൈഡ് മാത്രമാണെങ്കിൽ 0.4772 ആണെന്ത് അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ. ഇതിൻ്റെ പ്രോബബിലിറ്റി, ഇതിൻ്റെ ഏരിയ നമുക്കറിയാം. ഈ ഭാഗത്തേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 0.5 ആണ്. ഈ ഭാഗം മൊത്തം നോക്കുകയാണെങ്കിൽ 0.5 ആണ്, എന്ന് വെച്ചാൽ 50%. അത് നമ്മൾ ബെൽ ഷേപ്പ്ഡ് ആണ്, സിമെട്രിക്കലാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വലത്തെ സൈഡിലേക്ക് ഫുള്ള് നോക്കുകയാണെങ്കിൽ 50% ആയിരിക്കും. ഈ അടുത്ത ഭാഗത്തേക്ക് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ 50% ആയിരിക്കും. അതിൽ ഈ ഒരു എന്ന് വെച്ചാൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസിലുള്ളത് നോക്കുകയാണെങ്കിൽ 47.72% ഒബ്സർവേഷൻസും 0.4772 ആണ് അതിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ അത്ര ഒബ്സർവേഷൻസ് എന്തായിരിക്കും? ആ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാകുക എന്നർത്ഥം. ഓക്കെ, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് നിങ്ങൾക്കറിയാം. എത്ര? 90. നമ്മൾ നേരത്തെ പറഞ്ഞ 95.5 ആണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ 0.4772 ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൽ 0.955 എന്നായിരിക്കും. 0.4772 പ്ലസ് 0.4772 എന്ന് പറഞ്ഞാൽ 0.955. അപ്പോൾ 95.5% എന്നായില്ലേ? ഓക്കെ, അത് വൺ സൈഡ് ആകുമ്പോൾ അതിൻ്റെ പകുതി ബെൽ ഷേപ്പ്ഡ് ആയതുകൊണ്ടും സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് അങ്ങനെ. ഇതിൻ്റെ മൊത്തം ഏരിയ നോക്കുകയാണെങ്കിൽ 100%. ഈ കർവിൻ്റെ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ മൊത്തം ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൽ എന്തായിരിക്കും? 100% എന്നാണ് കിട്ടുക മൊത്തം ഏരിയ. ഓക്കെ, പകുതി 50%, ഈ പകുതി 50%. അതിൽ നിങ്ങൾ വലത്തെ ഭാഗത്തേക്ക് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് 2Z ആണ് നോക്കുന്നതെങ്കിൽ 0 തൊട്ട് Z വരെയുള്ള വാല്യൂ ആണ് നിങ്ങൾക്ക് ഈ ടേബിളിൽ നോക്കിയാൽ ഇവിടെ ഈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. അത് 0 തൊട്ട് 2 വരെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ വാല്യൂ. ഇതാണ് ആ വാല്യൂ. ഇതാണ് ആ വാല്യൂ. ക്ലിയർ ആയല്ലോ? ഇനി നോക്കുക, വേറൊരു പ്രോബ്ലം നോക്കുക. ഇവിടെ നമ്മൾ -2 തൊട്ട് +2 വരെയാണെങ്കിൽ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞു 2 ഭാഗത്തേക്കും 0.4772 ഉണ്ടാകും. അപ്പോൾ 0.55 ആണ് കിട്ടുകയെന്ന് പറഞ്ഞു. അതാണ് ഈ ഏരിയ. അത് നിങ്ങൾക്ക് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് നിങ്ങൾ നേരെ ആഡ് ചെയ്യാണ് വേണ്ടത്, വേറെ ഒന്നും ചെയ്യണ്ട. ക്ലിയർ? ഇനി ഞാൻ വേറെ 1-2 പ്രോബ്ലംസുകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഈ ആൻസർ വരുന്നുണ്ടോ എന്ന് നോക്കണം. P of Z greater than or equal to 1.96. ഓക്കെ, പിന്നെ അതുപോലെ ഒന്നാമത്തത് അത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ടോയെന്ന് നോക്കേണ്ടത്. അപ്പോൾ P of Z greater than or equal to 1.96 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മളുടെ Z0. ഇവിടെ 1.96 2ൻ്റെ താഴെ നേരത്തെ നമ്മൾ പ്രോബ്ലത്തിൽ 2 എന്ന് കാണിച്ചില്ലേ, +2 എന്ന് കാണിച്ചില്ലേ ഇവിടെ, അതിനേക്കാളും കുറച്ച് താഴെ ആയിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ 1.96 എന്ന് പറയണത്. ഓക്കെ, 1.96 Z എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഗ്രാഫിക്കലി ഇങ്ങനെ ഇവിടെ കാണിച്ചു എന്ന് വിചാരിച്ചോ. ഇവിടെയാണ് 1.96 ഇവിടെയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ നമുക്ക് വേണ്ടത് Z greater than 1.96. അപ്പോൾ ഇങ്ങോട്ടുള്ള ഏരിയ എത്രയാണെന്നുള്ളത് അറിയേണ്ടത്. ഇങ്ങോട്ട് എത്രയുണ്ട്? greater than 1.96 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഇങ്ങോട്ടുള്ള ഏരിയ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ എന്താണ്? 0.5 ആണ്. മൊത്തത്തിൽ 50% നമുക്കറിയാം. അതാണ് നമ്മൾ ഈ ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 50%. മൊത്തത്തിൽ 50%. ഓക്കെ, അപ്പോൾ 0.5. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം നോക്കുകയാണെങ്കിൽ 0.5. ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ 0.5 ഈ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇത് കിട്ടൂലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ 0 തൊട്ട് 1.96 വരെയുള്ള ഏരിയ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നേരത്തെ പറഞ്ഞതുപോലെ ഈ ടേബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ 1.96 എന്ന് പറയുന്നത് 1.9 എവിടെ നോക്കുക? സെഡിൽ ഇങ്ങോട്ട് 1.9 എവിടെ നോക്കുക? അത് ഇവിടെയാണ്. ഇവിടെ 1.9 എന്ന് കാണുന്നുണ്ടല്ലോ. പിന്നെ 0.06 ഉണ്ടാവും. 0.6 ഇതാണ്.
ഓക്കെ. അപ്പോൾ 1.96 എന്ന് പറയുമ്പോൾ ഈ ലൈനിൽ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ വരുന്നത് നോക്കുക. ഈ ആ സെല്ല്, ഈ സെല്ലിൽ ഈ പോയിൻ്റാണ് പോയിൻ്റ് 4608. ഓക്കെ, 4608 ആണ്. മാറിപ്പോയോ? 0.4750 എന്നാണ്. ഇത് 0.4750 അതാണ് പോയിൻ്റ്. ഇത് ഓക്കെ. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി, അതുവരെയുള്ള ഇതാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടൽ 0 തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ Z0 തൊട്ട് എവിടെ വരെ എന്നുള്ളതാണ് കിട്ടുക ആ ടേബിൾ ഉപയോഗിച്ചിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 0.5 ഈ ഭാഗം കുറക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ചപ്പോൾ കിട്ടിയതാണ് 0.0250. ക്ലിയർ? ഇനി അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ തന്നിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ചെയ്തു നോക്കുക. PF 1.42 Z 2.8. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 1.42 തൊട്ട് 2.82 വരെയുള്ള ഏരിയയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ അതൊരു പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ 1.242 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, 2.82 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ഏരിയയാണ്. അത് ലോജിക്കലി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടേബിളിൽ നമ്പർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അതുപോലെ എല്ലാ പ്രോബ്ലംസും ചെയ്യുക. ബാക്കിയുള്ള പ്രോബ്ലംസ് ഞാൻ ഫോട്ടോ ഇട്ടുതരാം. ദാറ്റ്സ് ആൾ. താങ്ക് യു.